നീ മത്തായിനെ തുണിക്കച്ചവടം പഠിപ്പിക്കാൻ വരിക? മോനെ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കലടാ. പെയിന്റ് അടിച്ചാലെന്താ? അതെ, ഐസ് കട്ടയിലും കൂടെ പിടിക്കുന്ന ഒരുതരം സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ ആ പെയിന്റ് ഞാൻ നിന്റെ തലയിലടിക്കാം. വേണ്ട, അപ്പച്ചന്റെ തലയിൽ ഒഴിച്ചു തരാം. നീ എന്താ കളിക്കുന്നത്? നീ എന്താ കൊഞ്ചാൻ വരെ ഇവിടെ ആൾക്കാർ കച്ചവടം നടക്കുന്ന സമയത്ത് കടയിൽ വെച്ചാണ്. നീ പോടാ അവിടുന്ന്. ഞങ്ങൾ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. അല്ല മോനെ, പിന്നല്ലാതെ ഇറ്റാന് ക്യാഷ് എണ്ണി പെട്ടിക്കകത്തിട്ടോണ്ടിരുന്നാൽ മാത്രം മതിയല്ലോ. നമുക്കതാണോ? പിന്നെ ഞാൻ ബാങ്കിൽ പോവാ, കൗണ്ടർ നോക്കണം. ഓ, ഞാൻ കൗണ്ടറിൽ ഇരുന്നോ? അയ്യോ, നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ല. അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. പോടാ പോടാ. അവിടെ ബില്ല് കിട്ടിയോ? ആ ആ ഇവിടെ സാരീസ് ഒന്നും ഇല്ല. അബദ്ധമായോ? ഇവിടെ ആരോടെങ്കിലും ചോദിക്കായിരുന്നല്ലേ? അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഷർട്ട്സ് അല്ലേ? എന്താ വേണ്ടത്? സാരീസ്, ബ്ലൗസ് പീസ്, സൽവാർ കമീസ്, ചുരിദാർ, റെഡിമെയ്ഡ്. ഇതെന്താ ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരെ പോലെ വിളിച്ചു പോകുന്നേ? അവരിതേപോലെയാണോ? എനിക്ക് ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരുമായിട്ട് വലിയ സഹവാസം ഇല്ലാത്തോണ്ട് അറിയില്ല. സോറി. അതെ, ഓവർ സ്മാർട്ട് ആവണ്ട കേട്ടോ. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. ക്ഷമിക്കണം, ഞങ്ങളും അത്യാവശ്യം കോളേജിലൊക്കെ പോയിട്ടുള്ളവർ തന്നെയാ. എന്താ, കൂട്ടുകാർ ഷോപ്പിങ്ങിന് വന്നാണോ അതോ ഉടക്കാൻ വന്നാണോ? എന്താ വേണ്ടേ? ഈ സാരീസിനൊക്കെ മാച്ചിങ് ബ്ലൗസ് പീസ് വേണമായിരുന്നു. ഒന്ന് നോക്ക്. ശരി. ഇതിന്റെ ഡാർക്ക് ഇത് മതി. പാക്ക് ചെയ്തോളൂ. സാരി വേത് തന്നില്ലേ? ബില്ലൊക്കെ അവിടെ തരും. ആ, രണ്ട് ബ്ലൗസ് പീസിനൂടെ പേ ചെയ്യേണ്ടി വരും. എല്ലാം പേ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അറിവോടുകൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട. കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അതിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞേക്ക്. ആരും അറിയില്ല. നിങ്ങളെന്താ കസ്റ്റമേഴ്സിനെ ഇൻസൾട്ട് ചെയ്യാൻ നടക്കണോ മിസ്റ്റർ? ഓയ്, എന്താ എന്താ അവിടെ? അല്ല, അതെ, നിങ്ങളുടെ സ്റ്റാഫിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. അവൻ സ്റ്റാഫല്ല, എന്റെ ഇളയ മോനാ. എന്താടാ കുട്ട? എന്താ പൊട്ടനോ? പൊട്ടനല്ല, കുട്ടൻ. മുതലാളിയുടെ മോനെന്നുള്ള ജാടയെന്ന് എന്റെ അടുത്ത് വേണ്ട. ദേ കുട്ടി, വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക തന്റെ ഓരോ ചേഷ്ടകള്. അത് ശരി, ആ ബാഗ് എടുക്കും. താൻ ആ ബാഗ് എടുക്കാൻ. കോളേജ് സ്റ്റുഡൻസിന്റെ ലേബലില് എന്ത് തോന്നിയാസം കാണിക്കുന്ന ഇത് നോക്ക്. പൈസ തികയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഈ കട്ട് പീസ് എന്നുള്ളത് കട്ടെടുക്കാനുള്ള പീസ് എന്ന് കരുതി കാണും അല്ലേ? ഈ രണ്ട് ബ്ലൗസ് പീസും കൂടെ ബില്ലിട്ടെ. മോനെ, കുട്ടികൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തേ, കുടിക്കട്ടെ അവര്. സോറി. ആ, അത് മര്യാദയുടെ ഭാഷ. കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കുമ്പോ അല്പക്കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശരി, കയ്യെന്ന് വിട്. നാളെ ഉണ്ടടി നിനക്കൊക്കെ കക്കാൻ നടക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ്. കട്ടിലിന്റെ അവർക്ക് ഉറക്കം വരില്ല. വെറും 44 രൂപ 40 പൈസയ്ക്ക് വേണ്ടി ആളുകളുണ്ട് നാറിയില്ലേ? പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് ഒരു രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദാവും. മേലിൽ ഇവളോട് ആരും പുറത്തു പോരുത്. എന്റെ ഈശോയെ, എന്ത് പറ്റിയപ്പച്ച? ഇനി ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? ഹാർട്ട് അറ്റാക്ക് നിന്റെ തന്തയ്ക്ക്. അതാ പറഞ്ഞത്. കാര്യം പറയാപ്പച്ച. എടാ, ഇന്ന് വൈകുന്നേരം നേരത്തെ വീട്ടിലെത്താമെന്ന് വാക്ക് കൊടുത്തതാ ഏരിക്കുട്ടിക്ക്. അത്രേ ഉള്ളോ? അപ്പച്ചൻ വാക്ക് തെറ്റിക്കുന്നത് രാജുവേട്ടൊന്നും അല്ലല്ലോ. എടാ, അതല്ല പ്രശ്നം. പിന്നെ നാളെ വാർമിയുടെ കല്യാണം നിശ്ചയ. തലേ ദിവസം തന്നെ അവിടെ പോകാമെന്ന് ഞാൻ ഏരിക്കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഇനി ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. അമ്മച്ചിയോട് കുറ്റം ഏറ്റു പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കപ്പച്ച. അത് ശരിയാവില്ല അച്ഛയ. അമ്മച്ചിയുടെ മൂഡ് പറയാൻ പറ്റില്ല. ഇനി അമ്മച്ചി അപ്പച്ചനെ ദേഹോപദ്രവം ഏൽപ്പിച്ചാ ആര് സമാധാനം പറയും? എടാ പന്നിയുടെ മോനെ. അപ്പച്ച, ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് അമ്മച്ചി അറിയാതെ അകത്ത് കിടക്കാം. ഒരുപാട് വിളിച്ചിട്ടും അമ്മച്ചി ഉണർന്നില്ലെന്ന് നാളെ ഒരു കള്ളവും കാച്ചാം. അതിനിപ്പോ അവളെ വിളിക്കാണ്ട് വീടിനകത്തെങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്.
പിന്നാലെ പോരെ പിന്നാലെ പോരെ. അയ്യോ അയ്യോ കള്ളൻ അമ്മച്ചി. അതെ അതും ധൈര്യമില്ലാത്തൊരു കേൾക്കട്ടെ. മണ്ടന്മാര് പോകാൻ ഞാൻ കേട്ടെ, ഞാൻ ആദ്യം രക്ഷപ്പെട്ടെ. അതാ അയ്യോ അമ്മച്ചി അമ്മച്ചി ദേ കള്ളൻ. എവിടെ എവിടെ? ദാ അപ്പുറത്ത് രണ്ടുപേരുണ്ട്. എന്റെ ഈശോ. അപ്പച്ചനോ ഞങ്ങൾ പോരാ. എടാ തങ്കച്ച അവിടെ നിൽക്കാൻ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അയ്യോ കള്ളൻ എവിടെ? കള്ളൻ അമ്മച്ചി അവർക്ക് ആരെങ്കിലും അയ്യോ മണ്ടൻ കള്ളൻ അമ്മച്ചി. നമ്മുടെ ആഭരണമൊക്കെ അമ്മച്ചിയുടെ മുറിയിലല്ലേ ഇരിക്കുന്നത്. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. മര്യാദക്കകത്തു പോകുന്നതാണ് നിനക്ക് നല്ലത് വേലക്കാരി. നമുക്ക് അന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഈ കള്ളൻ എന്നെ എങ്ങനെ അറിയാം? പ്രായമായവരെ എടാ പോടാന്ന് വിളിക്കരുത്. അമ്മച്ചി ഉരുളൻ കല്ലുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് എറിഞ്ഞ് താഴെ തള്ളിയിട്ട് പുള്ളിയുടെ തല ഇട്ട് പൊട്ടിക്കാം. വേണ്ട, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. അത് വേണ്ട. അതെ ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മര്യാദയ്ക്ക് താഴെ ഇറങ്ങി വരണോ അതോ ഞങ്ങൾ മോളിൽ കയറി വരണോ? അല്ലേ അമ്മച്ചി? അതന്നെ ഇറങ്ങി വാടാ പേരും കള്ള. അങ്ങനെ ഇറങ്ങി വാ മര്യാദക്ക്. ഇതുപോലായിരുന്നു നിങ്ങൾ ഈ പാതിരാക്കി ഇതിന്റെ മണ്ടക്കറി എന്നായിരുന്നു? ടെറസില് ചോർച്ചുണ്ടോന്ന് നോക്കിയിരുന്നു. ടെറസിന്റെ മേലെ ചോർച്ച. സത്യം പറ മനുഷ്യ, എന്നെ ഒരു ചുറ്റിക്കളി. അല്ല അപ്പച്ച ബാർണിച്ചായന്റെ കല്യാണ നിശ്ചയത്തിന് പോണെന്ന് പറഞ്ഞ് അപ്പച്ചൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? അയ്യേ മാപ്പി വെക്കണമെങ്കിൽ അമ്മച്ചോട് നേരത്തെ ചോദിച്ചാ പോരെ? എന്റെ ഇല്ലയോ പാവം. അതിന് ടെറസിന്റെ മേലെ കയറിട്ട് എന്നാ കാര്യം? അതെ. അല്ല അത് പോട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ എവിടുന്നാ വരുന്നത്? എന്താ അമ്മച്ചി ഇങ്ങനെ ബോധമില്ലാത്ത രീതി സംസാരിക്കണേ? സന്ധിക്ക് ഞങ്ങൾക്ക് കഞ്ഞി വിളമ്പി തന്നത് ആരും കഞ്ഞിയല്ല. ഈ ചായ കണ്ടോ? ഒരു തിരക്കും പോലെ ഞങ്ങൾ എപ്പോഴേ വന്നതാ. ആരൊന്നും പറയണ്ട ഏലിക്കുട്ടി, എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇച്ചായന് കാലത്ത് വാഴക്കുളത്ത് പെണ്ണ് കാണാൻ പോണം. അവിടെ കടത്തിന്റെ അവിടെ ബ്രോക്കർ കാത്തു വെക്കും. ഇതല്ലേ അപ്പച്ചൻ പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇനി മേലെ കയറി കള്ളത്തരം കാണിക്കാൻ പോവാ. വന്നേ ഇങ്ങോട്ട്. എന്ത് വെള്ളത്തരം? എന്നെ കെട്ടുന്ന കാലത്ത് എനിക്കറിയാം. വരം കുട്ടിയെ വേലിയാടാൻ പോകുന്നു. പോയി അങ്ങോട്ട്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് ആ നാട്ടിൽ മഷീട്ട് ഒക്കെ കിട്ടില്ല. അതിൽ താനെന്താണോ മഷീട്ട് നോക്കാൻ പോകുന്നേ? ഇന്ന് 11 മണിക്ക് നമ്മുടെ ആ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടരും എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെന്തിനാ അവിടെ വിളിക്കണേ? അതിനവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയറിയണ്ടേ? അങ്ങോട്ട് ഇരുന്നാട്ട്. അയ്യോ ചേട്ടത്തി, ഇരിക്കാനൊന്നും സമയമില്ല. ഇന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം. അതിന്റെ ഇടപാടെന്താണോ? പിന്നെ അല്ലയോ? അവിടെ പോയി തലയൊന്ന് കാണിച്ചേച്ചും ഞാൻ ഇപ്പം വന്നേക്കാം. താനങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല. താൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതിലൂടെ കുടിയേക്കുന്നില്ലയോ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാം. ചേർത്തി, ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു ബ്രോക്കറാ ഈ മാത്തച്ഛൻ. മാത്തച്ഛനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല. അത് ശരിയാ. എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാത്തച്ഛനും ഇരിച്ചിരിക്കാ വാടാ. അപ്പച്ച അവരെ കണ്ട എനിക്കിങ്ങനെ മനസ്സിലാവുക? എടാ, അവരൊരു ചന്ദനക്കളറുള്ള മാരുതിക്കാറിലാ വരുന്നത്. നീ ആ കടത്തേടവിന്റെ അവിടെ പോയിരുന്നാ മതി. അതെ, നിർത്ത്. ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കാം. എന്തിന്? പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞു. ബ്രോക്കർ എവിടെ? അപ്പൊ വേറെ സ്ഥലങ്ങളിൽ പോയിരിക്കാം. ബ്രോക്കറുടെ മോന്
അതെ. എന്നാ പിന്നെ ആദ്യം പറയണേ, കേറ് കേറ്. എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. നാട്ടില് ഞങ്ങൾ തൽസ്വഭാവി ബ്രദേഴ്സ് എന്നാ അറിയപ്പെടുന്നത്. സോറി. ചെറുക്കനെ കണ്ടാൽ തന്നെ അറിയാം പാവമാണെന്ന്. പക്ഷേ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മുമ്പില്ലായിരുന്നു, അടുത്ത കാലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ പറ്റിയതാ. എന്താ ഇയാളൊന്നും മിണ്ടാത്തത്? അല്ല, അത് പിന്നെ നാണവാ, ഇതുവരെ തല ഉയർത്തി ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. എന്താണോ ഇത്? പെണ്ണിനെ കാണാൻ ധൃതിയായല്ലേ? അതല്ല, അതന്നെ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പെണ്ണ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇച്ചായം കുട്ടിയുടെ നടത്തവും സംസാരവും ഒക്കെ വാച്ച് ചെയ്താൽ മതി. നിന്റെ ഈ ചോദ്യങ്ങളോടാണ് കോട്ടയത്തെ കല്യാണം കുളം കുത്തിയത്. അതെന്റെ കുഴപ്പമില്ല. രൂപവും ഭാവവും കണ്ടപ്പോ അത് പെണ്ണിന്റെ അമ്മയായിരിക്കുന്ന ഞാൻ കരുതിയത്. സത്യം പറ, അത് അമ്മയല്ല കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇച്ചായനൊന്നും ഞെട്ടി. ചായ കുടിക്കും. പേരെന്താ പറഞ്ഞത്? ശാന്തമ്മ. ഏതുവരെ പഠിച്ചു? 4ാം ക്ലാസ് വരെ. അമ്മച്ചിക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങള് ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്, അപ്പൊ പറഞ്ഞാ മതി. ഏതുവരെ പഠിച്ചു? BSc പാസ്സായി. തെക്കും തലക്കാരെന്ന് പറഞ്ഞ ഈ നാട്ടിൽ എല്ലാരും അറിയും. ഈ തെക്കും തലയെന്ന പേര് വരാൻ കാരണം? അല്ല, നിങ്ങളുടെയൊക്കെ തലകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തെങ്കിലും? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. എവര് കുട്ടിയായിരിക്കുമ്പോ തന്നെ എവരുടെ അപ്പനും അമ്മയും മരിച്ചു. പിന്നെ ഞാനായി അവരെയൊക്കെ വളർത്തിയത്. ഹായ്. ഇത് ഷേർലി, ബീനയുടെ അനീറ്റിയാ. എറണാകുളത്ത് പഠിക്കുക. ബീനനെ കാണാവുന്നവരാ. നോക്കൂ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഏയ് ഇല്ല, ഞാനിങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോവാറില്ല. അപ്പൊ മനസ്സിലായി. എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളെല്ലാം. അത് ശരി. എന്താണോ ഇതൊക്കെ? അതൊക്കെ പിന്നെ പറയാം. ഇച്ചാരെ കുട്ടി ഇഷ്ടമായോ? എന്തേ നീ വൈകിയത്? ബസ് കിട്ടാൻ വൈകി. അതിരിക്കട്ടെ, നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ ഇയാൾക്കൊരു കല്യാണമൊക്കെ ആലോചിച്ചൂടെ? നോക്കണം. അയ്യോ, എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇച്ചായന്റെ കഴിഞ്ഞിട്ട് മതി. ഇങ്ങനെയുള്ള കളികളെ ഫ്രണ്ട്സായിട്ട് നീ കൊണ്ടുനടക്കുന്ന എന്തിനാ? അയ്യോ, അവക്ക് ഈ മോഷണം ഒരു ഹോബിയാണെന്ന് പിന്നീടല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ. എന്നാ ഞങ്ങള് അപ്പച്ചനോട് സംസാരിച്ചിട്ട് വിവരങ്ങൾ ബ്രോക്കറോട് പറഞ്ഞേക്കാം. വരട്ടെ അമ്മച്ചി. ശരി മക്കളെ. വരൂ വരൂ വരൂ. ഇവര് വഴി അറിയാതെ കടവിൽ കുടുങ്ങിപ്പോയി, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇവരൊക്കെ ആരാ? ഇത് കല്യാണ ചെറുക്കൻ, ഇത് കല്യാണ ചെറുക്കന്റെ അപ്പൻ. നമസ്കാരം. ഞാൻ എന്റെ മകന്റെ അടുത്ത് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നത് ഇവര് മാരുതി കാറിൽ വരുന്ന. കാറ് കേടായതുകൊണ്ട് ഇവര് വേറെ കാറ് വിളിച്ചു വന്നു. അപ്പൊ ഇവരോ? നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞേ? അതൊരബദ്ധം പറ്റിയതാ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല കുടുംബക്കാരും. അല്ലടാ? അതെ. അതിരിക്കട്ടെ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോടാ മോനെ? അല്ല, അത് പിന്നെ അമ്മച്ചി വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊടല് പൊട്ടിക്കുന്നത്. തൊടല് പൊട്ടിക്കാൻ ഞാൻ എന്താ പട്ടിയെ? പട്ടിയും പൂച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യം പറയടാ, എത്ര കാലമായി നീ ആ പെണ്ണുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട്? അയ്യോ പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും. ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇഞ്ചക്കാട്ടിൽ ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് ഇഞ്ചക്കാട്ടി പ്രേമിക്കാൻ യോഗ്യതയുള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? അതെന്താടി എനിക്ക് യോഗ്യത കുറവ്? ഒരു കുറവുമില്ല. ആ, കല്യാണത്തിന് മുമ്പൊന്ന് കാണേണ്ടതായിരുന്നു. ഓ, ഓ. കേട്ടോ മക്കളെ, ഞാൻ വന്നേ പിന്നെ എഴുതിയാൻ ഒരു മനുഷ്യക്കോലായത് തന്നെ.
നന്നായപ്പോ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പച്ചനെ കാണുമ്പോ അമ്മച്ചിക്ക് പേടി തോന്നിയിരിക്കണമല്ലോ. പിന്നെ മക്കളെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അപ്പച്ചന് എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഈ ജാതി ഒന്നല്ല, സുന്ദരികള് ധാരാളം സ്ത്രീധനും. പിന്നെ സുന്ദരികൾ വരുന്നു. നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യര് കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞത്? ആര് കീറി കളഞ്ഞു? നിങ്ങൾ കീറിക്കളഞ്ഞു. ദേ വേണ്ടാത്ത വർത്തമാനം വേണ്ടാതെ വേണ്ടാതെ. ഞാനാണോ ഇപ്പൊ പറഞ്ഞത്? വേണ്ട, വേണ്ട, അത് നിർത്ത് തന്നെ. നിർത്ത്. അപ്പച്ചൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുമാ. പറഞ്ഞു കൊടുക്കടാ. ആ കുഞ്ഞുനാളിൽ ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യമ്മച്ചി ആ ഫോട്ടോ കാണിച്ച് പേടിപ്പെടുത്തിയ ഞങ്ങളുടെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത് ഇല്ലേ ചായ? അതന്നെ. ഒറ്റ പെടവെട്ടുന്നുണ്ടല്ലോ. എന്നതാണെന്ന്? അല്ല, ഇവനെന്തിനാ കിടന്ന് കയറി പൊട്ടിക്കണേ? അവന്റെ കഴിഞ്ഞാലല്ലേ ഇവന് കെട്ടാൻ പറ്റൂ. അതിന്റെ തിരക്ക് തന്നെയാ. കെട്ട്. ഇവന് അസുഖമായി കിടന്നപ്പോ നമ്മൾ രണ്ടുപേരും കൂടി നേർന്ന നേർച്ചയും കാഴ്ചയൊക്കെ നീ മറന്നോ? എന്താണത്? മോനെ, നിന്റെ അസുഖം മാറിയ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചന് നേർച്ചയുണ്ട്. എന്നാ അപ്പച്ചൻ ഒരു വാക്ക് എന്നോട് നേരത്തെ പറയണ്ടേ? എനിക്കും നേർച്ചയുണ്ട്. എന്ത്? അതെ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് ഞാനും വളരെ നേരത്തെ നേർന്നതാ. ആ നേർച്ചയാണ് മാറ്റി വെച്ചേക്ക്. എന്നാ അപ്പച്ചന്റെ നേർച്ച അപ്പച്ചൻ കൊണ്ട് മാറ്റി. ഞാനത് മാറ്റി വെച്ചു. ഞാൻ മാറ്റി. ഞാൻ മാറ്റി. എന്താ ഇത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അതെ, ഇച്ചാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഇവൻ ആ പെങ്കൊച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പോയാ പിന്നെ പറഞ്ഞിട്ട് ആ കാര്യം. അതിനെ കുറിച്ചൊന്ന് ഓർത്ത് ഇച്ചായൻ വിഷമിക്കണ്ട. ഇത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും അപ്പച്ചൻ ഓക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുമല്ലോ. നീ എന്ത്? ആ, ദേ എന്റെ മക്കളെ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല, ഇനി നിൽക്കൂല. പോരെ? അപ്പച്ചൻ അടിക്ക. വെക്കലവിടെ കൊച്ചു കള്ള. അയ്യോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ തൊടുപുഴക്കാരുടെ ആലോചന ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഇനി പയ്യന്റെ ആൾക്കാർ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ച മാത്രം മതി. ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചപ്പോ ഒന്നും അങ്ങോട്ടെങ്ങനെ ഉറപ്പിച്ചിട്ടില്ല എന്നാണല്ലോ അറിഞ്ഞത്. ആര് പറഞ്ഞു? ഇനി ഉള്ള കാര്യം പറയാലോ മാത്തച്ഛൻ ചേട്ടാ. ഇന്ത്യക്കാട്ടുകാരും തെക്കും തലക്കാരും തമ്മിൽ വലിയ അടുപ്പത്തില. ആ അപ്പച്ച ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, ഈ ബന്ധത്തില് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, പുള്ളിക്കാരെ ഇത് നേരിട്ട് നടത്തിക്കൊള്ളാം എന്ന്. പിന്നെ ചേട്ടന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഭീമമായ കമ്മീഷൻ നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാനാ പറഞ്ഞത് അപ്പച്ച ഈ കാര്യങ്ങൾ നേരിട്ട് പ്രൊസീഡ് ചെയ്യണ്ടെന്ന്. കമ്മീഷനോ? അതെ, ഈ കല്യാണ ബ്രോക്കർമാർക്ക് കമ്മീഷൻ വാരിക്കോരി എറിയുന്നത് ഇന്ത്യക്കാട്ടുകാരുടെ ദൗർബല്യമാ. അയ്യോ, തൊടുപുഴക്കാരുടെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി പിന്നെ ഉറപ്പിച്ചാൽ തന്നെ ഞാൻ വിചാരിച്ചാൽ അത് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ തെക്കൻ തലയിലോട്ട് പോവാ. ചേട്ടൻ വരുന്നോ അതോ? ഞാൻ വരുന്നു. ആ, റോഹിച്ചൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഈ കല്യാണം ഞാൻ നടത്തിത്തരാം. എന്നാ കേറ്.